പ്രിയമുള്ളവരെ, ഇന്ന് മലപ്പുറത്തെ വാണിയമ്പലത്ത് നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ 16 വയസ്സു മാത്രം പ്രായമുള്ള ആൺ സുഹൃത്തിനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു വാർത്തയാണിത്. കാരണം ഇതേ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് പലർക്കുമുണ്ട്. എപ്പോഴാണ് നമ്മുടെ മകൾ ഇത്തരമൊരു ആക്രമണത്തിന് ഇരയാകുന്നത് എന്ന് നമുക്ക് പറയുവാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നമ്മുടെ ആൺകുട്ടികൾ ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിലേക്ക് വഴുതി വീഴുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയുള്ളൊരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികളെ എത്രയൊക്കെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ചെറിയൊരു നിമിഷത്തിൽ അവർ ഇത്തരം തെറ്റുകളിലേക്ക് വഴുതി വീഴ്ന്നു പോകും എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. അത്തരം ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ നേരത്തെയൊക്കെ പറയാറുള്ളത് പോലെ കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഒരു കൗൺസിലിംഗ് കേന്ദ്രം തുടങ്ങേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടിയൊക്കെ. അത്തരം ഒരു മാനസിക നില തെറ്റിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തിലും ഒരു കൗൺസിലിംഗ് കേന്ദ്രം, ഒരു മാനസിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ അടുത്ത നാളുകളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മൾ നേരത്തെ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വാർത്തകളാണ്. ഞാൻ ദീർഘകാല പ്രവാസിയായിരുന്ന ഒരാളാണ്. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ, അറിയുന്ന കാര്യങ്ങളൊക്കെ വളരെ ആശ്ചര്യജനകമാണ്. കാരണം ഈ മയക്കുമരുന്നിൻ്റെയും MDMAയുടെയും ഒക്കെ ഉപയോഗം നമ്മുടെ കുട്ടികൾക്കിടയിൽ സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു. ഈ കുറ്റകൃത്യം ചെയ്ത കുട്ടി തന്നെ MDMAയ്ക്ക് അടിമയായിരുന്നു എന്ന് ആ കുട്ടിയുടെ ഒരു സമീപവാസി ഏതോ ചാനലിൽ പറയുന്നത് കേട്ടു. ചെറിയ പ്രായത്തിൽ 16 വയസ്സിൽ MDMAയ്ക്ക് ഒരു കുട്ടി അടിമയായിരിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭയാനകമാണ് എന്നത് വലിയ വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദീർഘകാല പ്രവാസ ജീവിതം കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മയക്കുമരുന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്. ഈ ഇതുപയോഗിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് മിക്കപ്പോഴും പുറത്തു പറയുവാൻ പറ്റാത്ത വിധം ഭയാനകവും നാണക്കേടുളവാക്കുന്നതുമാണ്. മിക്ക കുടുംബങ്ങളും നാണക്കേട് ഭയന്നാണ് ഇതൊന്നും പുറത്തു പറയാത്തതെന്നാണ്. അത്രത്തോളം ലൈംഗിക അരാജകത്വങ്ങൾ ഇത്തരം കുട്ടികൾ വെച്ചു പുലർത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ ബാലൻ 14 വയസ്സുകാരിയായ അവൻ്റെ പെൺസുഹൃത്തിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴവും പരപ്പും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് വഴുതി വീഴുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സിനിമകൾ, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഇത്തരം ക്രൈമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ദീർഘകാല വിദേശ പ്രവാസ ജീവിതം നയിച്ച ഒരാൾ എന്ന രീതിയിൽ, അവിടെ കുടുംബവുമായിട്ടൊക്കെ ജീവിച്ച ഒരാൾ എന്ന രീതിയിൽ അവിടെ സിനിമകളിൽ ഇത്തരം വയലൻസും സെക്സുമൊക്കെയുള്ള സിനിമകൾ തിയേറ്ററുകളിൽ കുട്ടികളെ കാണുവാൻ അനുവദിക്കില്ല. ആ സിനിമകളിൽ ഇതിവൃത്തത്തിൻ്റെ ഒരു തോതനുസരിച്ച് ഈ സെക്സ് രംഗങ്ങളും ഇതുപോലെ വയലൻസ് രംഗങ്ങളും ഒക്കെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആ പ്രായപരിധി അവർ കൂട്ടാറുണ്ട്. ചില സിനിമകൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണിക്കില്ല, ചില സിനിമകൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണിക്കില്ല. നമ്മുടെ നാട്ടിൽ അത്തരമൊരു ക്രമീകരണങ്ങൾ തിയേറ്ററുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. നമ്മുടെ നാട്ടിൽ സാമൂഹിക സാഹചര്യങ്ങളും സിനിമയും ഒക്കെയും ഇത്തരം കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് പരിതാപകരം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? വളരെ ആശ്ചര്യമാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയും കുട്ടികൾ താഴെ ഇത്തരം കാര്യങ്ങളിൽ ബലിമൃഗങ്ങളായിക്കൂടുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുമില്ല. കാരണം അവർക്കെല്ലാവർക്കും ഓരോ സ്വകാര്യതകളുണ്ട്. എത്രത്തോളം നമ്മൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധ തെറ്റുന്ന ഒരു നിമിഷം അവർ തെറ്റുകളിലേക്ക് വഴുതി വീഴും എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഈ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ ഭയം തോന്നുന്നുണ്ട്. കാരണം വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, സ്വപ്നം കാണുവാൻ പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, ബാല്യം വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടി, അവൾ ലൈംഗികമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വേദന വളരെ വലുതാണ്. മറ്റു മറുപുറത്ത് അത് ചെയ്ത ബാലൻ, അവനും 16 വയസ്സ് മാത്രമാണ്. അവൻ്റെ പിതാവ് അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന രംഗങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. നഷ്ടങ്ങൾ എപ്പോഴും മാതാപിതാക്കൾക്ക് മാത്രമാണ്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ അവിടെ മകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഇപ്പുറത്ത് മകൻ ഇത്ര ചെറിയ പ്രായത്തിൽ കൊടും ക്രിമിനലായി മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു, അവൻ്റെ ജീവിതം
ഇനി വഴിമുട്ടിപ്പോകുന്നു. നീണ്ടകാലം ജയിലിലാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവൻ്റെ സമൂഹം അവന് തരുന്ന പരിഗണന എങ്ങനെയായിരിക്കുമെന്നൊക്കെ ഓർത്ത് വിങ്ങുന്ന ഒരു പിതാവ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കുട്ടികളെയൊക്കെയും ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രത്തോളം നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൂടി വരുന്നു എന്നാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ ആവശ്യമില്ലാത്ത സംരംഭങ്ങളിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമുണ്ട്. മിക്കപ്പോഴും ഈ മയക്കുമരുന്ന് വിപണന സംഘങ്ങളൊക്കെ വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ വേട്ടയാടാറുണ്ട്. മിക്കപ്പോഴും നമ്മൾ കണ്ടതാണ് ഇങ്ങനെ മയക്കുമരുന്ന് ചില സ്ഥലങ്ങളിൽ വിൽക്കുന്നത് എതിർക്കുന്ന ആളുകളെയൊക്കെയും വെട്ടിയും കുത്തിയുമൊക്കെ പരിക്കേൽപ്പിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കുവാൻ നമ്മുടെ യുവജന സംഘടനകൾ എത്രത്തോളം മുന്നോട്ട് വരുന്നു എന്നത് ചോദ്യം തന്നെയാണ്. മിക്കപ്പോഴും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും യുവമോർച്ചയും യൂത്ത് ലീഗും ഒക്കെ ഓരോ യൂണിറ്റിലും ഓരോ ഗ്രാമങ്ങളിലും ഘടകങ്ങളുള്ള ആളുകളാണ്. അവരൊക്കെയും ക്രിയാത്മകമായി ഇതിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. നാം ജീവിക്കുന്ന സമൂഹത്തോട് ഇത്തരം യുവജന സംഘടനകൾക്ക് പ്രതിബദ്ധതയുണ്ടാകേണ്ടതാണ്. അവർ ക്രിയാത്മകമായി തന്നെ ഒന്നിച്ചു നിന്ന് രാഷ്ട്രീയ ഭേദങ്ങളൊക്കെയും മറന്ന് ഒന്നിച്ചു നിന്ന് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും പ്രാർത്ഥനയും. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നേരിടുന്ന ഈ വിപത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കഴിയൂ, രക്ഷപ്പെടുവാൻ കഴിയൂ എന്നാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം. കാരണം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മിക്ക സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം അത് കുടുംബങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് മിക്ക കുടുംബങ്ങൾക്കും അത് പുറത്തു പറയുവാൻ പറ്റാത്ത വിധം ആയിട്ടുണ്ട്. മിക്ക ഇടങ്ങളിൽ നമ്മൾ വാർത്തകൾ കാണുന്നത് മാതാവിനെ ലൈംഗിക ചുവയോടുകൂടി കാണുന്ന മക്കൾ ഈ MDMA ഉപയോഗം കൊണ്ടുണ്ടായിട്ടുണ്ടെന്നാണ്. മിക്കപ്പോഴും സ്വന്തം മകനെ ഭയന്ന് വീട്ടിൽ കഴിയേണ്ടി വരുന്ന, ലൈംഗികമായി പീഡിപ്പിക്കുമോ എന്ന് ഭയന്ന് വീട്ടിൽ കഴിയേണ്ടി വരുന്ന മാതാക്കളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കൂടുന്നു. സഹോദരിമാരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സാമൂഹിക അവസ്ഥയിലേക്ക് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഉണ്ടായിരിക്കുന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടും അങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു ആ പയ്യൻ സാധാരണക്കാരനായിരുന്നു, നേരത്തെ ഇത്തരം ക്രിമിനൽ പ്രവൃത്തികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ ആ വാർത്താ ചാനൽ വന്ന് പറയുന്നു MDMA ഉപയോഗിച്ചിരുന്നു. അതൊക്കെ നമുക്കറിയില്ല. ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവൂ. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമൂഹവും ഒപ്പം യുവജന സംഘടനകളൊക്കെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പ്രത്യേകിച്ചും നമുക്കും കുട്ടികളുണ്ട്, നമുക്കും പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. എപ്പോഴാണ് അവരിത്തരം സാമൂഹ്യ സാഹചര്യത്തിലേക്ക് വഴുതി മാറുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് അവരിത്തരം ക്രിമിനലുകളായി മാറുക എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. എപ്പോഴാണ് നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുക എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മുടെ കുട്ടികളെ ദൈവം കാത്തുകൊള്ളട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.